സംഘകാലത്തെ ഗ്രാമസഭകൾ അറിയപ്പെടുന്നത് മൻറം. സംഘകാലത്തെ ജനങ്ങളുടെ പ്രധാന ജീവിതവൃത്തി കൃഷി. ബുദ്ധമത പ്രചാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന സംഘകാല കൃതി മണിമേഖല. മണിമേഖല രചിച്ചത് സാത്തനാർ. കോവിലിൻ്റെയും കണ്ണകിയുടെയും കഥ വിവർത്തനം ചെയ്തിരിക്കുന്നത് തമിഴ് ഇതിഹാസം ചിലപ്പതികാരം. ജൈനമതത്തെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന സംഘകാല കൃതി ചിലപ്പതികാരം. ചിലപ്പതികാരം രചിച്ചത് ഇളങ്കോവടികൾ. ഓണത്തെക്കുറിച്ച് പരാമർശിച്ചുള്ള സംഘകാല കൃതി മധുരൈ കൊഞ്ചി. 10 പാട്ടുകൾ വീതമുള്ള 10 ഭാഗങ്ങളുടെ സമാഹാരം പത്തിരുറ്റു10. സംഘകാല കൃതിയായ പത്തിരുറ്റു10 രചിച്ചത് കപിലൻ. സംഘകാല കൃതികളിൽ ഏറ്റവും പഴയത് തോൽക്കാപ്പ്യം. തോൽക്കാപ്പ്യം രചിച്ചത് തോൽക്കാപ്പിയാർ. സംഘകാലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതികൾ എഴുതിയ വിദേശ സഞ്ചാരികൾ മെഗസ്തസ്, പ്ലീനി. സംഘകാലത്തെ പ്രമുഖ രാജവംശം ചേരവംശം. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജവംശങ്ങൾ ചേര, ചോള, പാണ്ഡ്യവന്മാർ. ശാസനകൾ. കേരളത്തിൽ നിന്ന് കണ്ടെത്തിയ ആദ്യത്തെ ചരിത്രരേഖ വാഴപ്പള്ളി ശാസനം. കേരളത്തിൽ കണ്ടെത്തിയ ശാസനങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ വാട്ടെഴുത്ത് ലിപിയുള്ള മലയാളം. നമഃശിവായ എന്ന വന്ദനവാക്യത്തോടെ ആരംഭിക്കുന്ന ശാസനം വാഴപ്പള്ളി ശാസനം. മറ്റുള്ള ശാസനങ്ങൾ ആരംഭിക്കുന്നത് സ്വസ്തിശ്രീ എന്ന വന്ദനവാക്യത്തോടെയാണ്. മലയാളം ലിപി പ്രത്യക്ഷപ്പെട്ട ആദ്യ ശാസനമാണ് വാഴപ്പള്ളി ശാസനം. കേരളത്തിലെ ക്രിസ്ത്യാനികളെപ്പറ്റി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യ ശാസനം തരിസാപ്പള്ളി ശാസനം. കേരളത്തിലെ നാടുവാഴികളെക്കുറിച്ചുള്ള ആദ്യ പരാമർശം കണക്കാക്കപ്പെടുന്ന ശാസനം തരിസാപ്പള്ളി ശാസനം. കൊല്ലവർഷം രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിട്ടുള്ള ആദ്യത്തെ ശാസനം മലമ്പള്ളി ശാസനം. കേരളത്തിന് പുറത്ത് ലഭിച്ചിട്ടുള്ള കേരള പരാമർശത്തെ ആദ്യ പ്രാചീന രേഖ അശോകന്റെ 2-ാം ലീലവിലാസം. കേരളത്തെ കീഴടക്കിയതായി ശാസനം പുറപ്പെടുവിച്ച ചാലുക്യ രാജാവ് പുലികേശി ഒന്നാവൻ. ദേവദാസി സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ചേക്കൂർ ശാസനം. ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിനുവേണ്ടി ഭൂമിദാനം ചെയ്യുന്നതായി പരാമർശിക്കുന്ന ശാസനം പാലിയം ശാസനം. എ ഡി 1000 ആണ്ട് ഭാസ്കര രവിവർമ്മ ഒന്നാമന്റെ കാലത്ത് തയ്യാറാക്കപ്പെട്ട ശാസനം ജൂതശാസനം. മണ്ണാമ്പേടി, പുലമ്പേടി എന്നീ ആചാരങ്ങൾ നിരോധിക്കപ്പെട്ടത് ഏത് ശാസനപ്രകാരമാണ്? തിരുവങ്കോട് ശാസനം. കേരളത്തെക്കുറിച്ചുള്ള പുരാണങ്ങൾ വായുപുരാണം, മത്സ്യപുരാണം, മാംസപുരാണം, സ്കോന്ദപുരാണം, മാർക്കണ്ഡേയ പുരാണം.